ഹലോ, അതുകൊണ്ട് എല്ലാവരും പുസ്തകമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഓടി വരുന്നു. യെസ്, വെൽ ഡൺ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കറിയാം നമ്മൾ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ബട്ടർഫ്ലൈസ് എന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു. നിങ്ങൾ കഥ കേൾക്കാൻ, പാട്ട് പഠിക്കാൻ, പപ്പറ്റ് കാണാൻ, കേൾക്കാൻ, അനുസരിക്കാൻ, പാടാനും നേടാനും ഒരുമിച്ച് നമ്മൾ കൂടി വന്നിരിക്കുന്നു. ഈ ബട്ടർഫ്ലൈസിലേക്ക് ഞങ്ങളുടെ കുഞ്ഞ് ചിത്രശലഭങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഇനിയുള്ള എപ്പിസോഡുകളിലെല്ലാം അത് വ്യത്യസ്തതമുള്ളതായിരിക്കും, അത് ഡിഫറൻ്റ് ആയിരിക്കും, അത് വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ജീവിതം ദൈവം തന്നതാണ്, അത് ദൈവത്തിന് വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കാം. ജീവിതം ദൈവം തന്നതാണ്, ദൈവത്തിന് വേണ്ടി മാത്രം ഇനി ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി മാത്രം. അങ്ങനെ ഒരു തീരുമാനത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് പാട്ട് പഠിക്കണ്ടായോ? പഠിക്കണം. അന്നേരം നമ്മുടെ കൊച്ചമ്മ ആൻറ്റി വന്നിട്ടുണ്ട്. ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? ക്രിസ്തുവിലെ പ്രഗത്ഭരായ കൂട്ടുകാരാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലേ? ഞാനിന്ന് നിങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ പോകുന്നത് വരിക വരിക കൂട്ടരെ ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ സമർത്ഥരായിട്ടുള്ള കൂട്ടുകാരെ കർത്താവിന് വലിയ ഇഷ്ടമാണ്. നമ്മൾ പല കാര്യങ്ങളിൽ സമർത്ഥരല്ലേ, പക്ഷേ ക്രിസ്തുവിൽ സമർത്ഥരെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഈ ഒരു കൊച്ചു പാട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. പാട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? യെസ്. വരിക വരിക കൂട്ടരെ ക്രിസ്തുവിൽ, അതിലുമുപരിയൊന്നുമില്ല ഭൂമിയിൽ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. ഉന്നതമാം ദർശനങ്ങൾ ഉള്ളിലേകിടും, അവൻ നന്മയുള്ള പാത കാട്ടിടും. ഉന്നതമാം ദർശനങ്ങൾ ഉള്ളിലേകിടും, അവൻ നന്മയുള്ള പാത കാട്ടിടും. വാഗ്ദത്തങ്ങൾ തന്ന ദൈവമല്ലയോ, വാത്സല്യത്തോടവൻ കാത്തതില്ലയോ. ചിറകുകൾ വിരിച്ചു നാം ഉയരങ്ങളിലെത്തിടാം, അരുമയോടെ കാത്തു നിന്നവൻ. വാഗ്ദത്തങ്ങൾ തന്ന ദൈവമല്ലയോ, വാത്സല്യത്തോടവൻ കാത്തതില്ലയോ. ചിറകുകൾ വിരിച്ചു നാം ഉയരങ്ങളിലെത്തിടാം, അരുമയോടെ കാത്തു നിന്നവൻ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. ഉന്നതമാം ദർശനങ്ങൾ ഉള്ളിലേകിടും, അവൻ നന്മയുള്ള പാത കാട്ടിടും. ഉന്നതമാം ദർശനങ്ങൾ ഉള്ളിലേകിടും, അവൻ നന്മയുള്ള പാത കാട്ടിടും. പ്രിയ കൂട്ടുകാരെ, പാട്ട് കേട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പാട്ടൊന്ന് പഠിക്കാം. വരിക വരിക കൂട്ടരെ ക്രിസ്തുവിൽ, അതിലുമുപരി ഒന്നുമില്ല ഈ ഭൂമിയിൽ. ആണോ കൂട്ടുകാരെ? അതിലുമുപരി എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ? അപ്പോൾ ക്രിസ്തുവിൽ വേണ്ടി പ്രബുദ്ധരായി സമർത്ഥരായി നമുക്ക് തീരാം. ഞാൻ ആദ്യത്തെ വരി പാടിത്തരാം. ഏറ്റുപാടുമോ? ആർ യു റെഡി? യെസ്. വരിക വരിക കൂട്ടരെ ക്രിസ്തുവിൽ, അതിലുമുപരിയൊന്നുമില്ല ഭൂമിയിൽ.
എല്ലാവരും പാടിയോ? ഓരോ പ്രാവശ്യം കൂടെ പാടാമോ? വരിക വരിക കൂട്ടരേ ക്രിസ്തുവിൽ, അതിലുമുപരിയൊന്നുമില്ല ഭൂമിയിൽ. എല്ലാവരും പാടിയോ? ഓക്കെ, അടുത്ത എങ്ങനെയാന്ന് നോക്കി. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. പാടാമോ? സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. അത്രയും കിട്ടിയോ? ഇത്രയും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പാടാം. വരിക വരിക കൂട്ടരേ ക്രിസ്തുവിൽ, അതിലുമുപരിയൊന്നുമില്ല ഭൂമിയിൽ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. ഉന്നതമാം ദർശനങ്ങൾ ഉള്ളിലേകിടും, അവൻ നന്മയുള്ള പാത കാട്ടിടും. അത്രയൊന്ന് പാടാമോ? ഉന്നതമാം ദർശനങ്ങൾ ഉള്ളിലേകിടും, അവൻ നന്മയുള്ള പാത കാട്ടിടും. അത്രയും പഠിച്ചോ? അപ്പം യേശു കർത്താവിന് വേണ്ടി സമർത്ഥരായി തീരുവാൻ താല്പര്യമുള്ള കൂട്ടുകാർ നല്ല ഉറക്കെ പാടണം കേട്ടോ. അടുത്ത സ്റ്റാൻസിൽ എങ്ങനെയാ പറയുന്നത്? വാഗ്ദത്തങ്ങൾ തന്ന ദൈവമല്ലയോ, വാത്സല്യത്തോടവൻ കാത്തതില്ലയോ. ചിറകുകൾ വിരിച്ചു നാം ഉയരങ്ങളിൽ എത്തിടാൻ അരുമയോടെ ഇന്നും കാത്തു നിൽക്കുന്ന ഒരു നല്ല യേശുപ്പച്ചനാണ് നമുക്കുള്ളത്. ആ പാട്ടും കൂടെ ഒന്ന് പഠിക്കാം, ആ വരികളും കൂടെ പഠിക്കാം. ഒരു പ്രാവശ്യം ഞാൻ പാടിത്തരാം, ഏറ്റുപാടണേ. വാഗ്ദത്തങ്ങൾ തന്ന ദൈവമല്ലയോ, വാത്സല്യത്തോടവൻ കാത്തതില്ലയോ. പഠിക്ക്. വാഗ്ദത്തങ്ങൾ തന്ന ദൈവമല്ലയോ, വാത്സല്യത്തോടവൻ കാത്തതില്ലയോ. ചിറകുകൾ വിരിച്ചു നാം ഉയരങ്ങളിലെത്തിടാൻ അരുമയോടെ കാത്തു നിന്നവൻ. പഠിക്ക്. ആദ്യം മുതൽ നമുക്ക് പാടാമേ. വാഗ്ദത്തങ്ങൾ തന്ന ദൈവമല്ലയോ, വാത്സല്യത്തോടവൻ കാത്തതില്ലയോ. ചിറകുകൾ വിരിച്ചു നാം ഉയരങ്ങളിലെത്തിടാൻ അരുമയോടെ കാത്തു നിന്നവൻ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. ഉന്നതമാം ദർശനങ്ങൾ ഉള്ളിലേകിടും, അവൻ നന്മയുള്ള പാത കാട്ടിടും. എല്ലാ കൂട്ടുകാരും പഠിച്ചോ? നമുക്കിതിൻ്റെ ഒരു താളത്തിൽ ഈ സമർത്ഥരായിട ഈ ഭാഗം ഒന്നും കൂടെ പാടാം. അത് ജസ്റ്റ് സിമ്പിളാണ്, ഇങ്ങനെ കാണിക്കണ്ടേ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. ആ ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാം. എല്ലാവരും ചെയ്യുമോ? നമുക്ക് ഈ താളത്തിനോട് ചേർന്നൊന്ന് പാടാം. ഓക്കെ, ആർ യു റെഡി? യെസ്. വരിക വരിക കൂട്ടരേ ക്രിസ്തുവിൽ, അതിലുമുപരിയൊന്നുമില്ല ഭൂമിയിൽ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. സമർത്ഥരായിടാം, പ്രബുദ്ധരായിടാം, കരുത്തരായിടാം ക്രിസ്തുവിൽ. ഉന്നതമാം ദർശനങ്ങളുള്ളിലേകിടും, അവൻ നന്മയുള്ള പാത കാട്ടിടും.
നന്മയുള്ള പാത കാട്ടിടും. ഉന്നതമാം ദർശനങ്ങൾ ഉള്ളിലേകിടും, അവൻ നന്മയുള്ള പാത കാട്ടിടും. എല്ലാ കൂട്ടുകാരും ഈ പാട്ട് പഠിച്ചോ? എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് പാടിയായിരുന്നോ? അപ്പം കൂട്ടുകാരെ, നമ്മൾ ആരിലാ സമർത്ഥരാകേണ്ടത്? ക്രിസ്തുവിൽ സമർത്ഥരായ നല്ല കൂട്ടുകാരായി ഈ ലോകത്ത് ശോഭിക്കുവാൻ എല്ലാ കൊച്ചു കൂട്ടുകാരെയും യേശുവപ്പച്ചൻ ഇടയാക്കട്ടെ. താങ്ക് യു ഓൾ. ഹലോ, പാട്ട് ഇഷ്ടപ്പെട്ടോ? ഞാൻ കാണുന്നു. അതുകൊണ്ട് അവിടെ ബിജുവും ഷിജുവും കൂടെ ഇരുന്ന് വരിക വരിക കൂട്ടരെ ഇരുന്ന് പാടുന്നു, മൂളുന്നു. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ പിന്നാലെ അണിചേരേണ്ടവരാ. എല്ലാവരും ക്രിസ്തുവിൻ്റെ പിന്നാലെ അണിചേർന്ന് നിൽക്കേണ്ടവരാ. ക്രിസ്തുവിൻ്റെ പടയാളികളാണ് ഞാനും നിങ്ങളും. സ്വന്തം സ്വരൂപം, സ്വന്തം സാദൃശ്യം, ജീവശ്വാസം മോദി എന്നെ നിങ്ങളെ നട്ടിരിക്കുന്നത്. വി ആർ ദ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം എല്ലാവരും ക്രിസ്തുവിലേക്ക് ചേർക്കുക. എല്ലാവരും ക്രിസ്തുവിൻ്റെ പിന്നാലെ അണിചേരാൻ അവിടുന്ന് ഇടയായി തീരട്ടെ. നിങ്ങളും ക്രിസ്തുവിൻ്റെ പിന്നാലെ അണിചേരാൻ ദൈവം കൃപാവരങ്ങളെ അവിടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമാണോ? കഥ കേൾക്കുന്നത് ഇഷ്ടമാണോ? എന്നാൽ നമുക്കൊരു കഥ കേൾക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന കഥ കാണാതെ പോയ ആടിനെക്കുറിച്ചുള്ള കഥയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കഥ? നമുക്കൊന്നുകൂടെ കേൾക്കാം. അതായത്, ഒരിടത്ത് അങ്ങ് ദൂരെ ഒരു ദേശത്ത് ഒരു മനുഷ്യന് 100 ആടുകളുണ്ടായിരുന്നു. അദ്ദേഹം ആ ആടുകളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു. എല്ലാ ദിവസവും തൻ്റെ പ്രിയപ്പെട്ട ആടുകളുമായി അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത്? ആടുകൾക്ക് ആവശ്യമായ തീറ്റ കൊടുക്കുവാനായി. അങ്ങനെ എല്ലാ ദിവസവും ഈ ആടുകളുമായി ഓരോരോ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ആടുകളുമായി ഒരു ദൂര സ്ഥലത്ത് പോയി. അവിടെ ചെന്ന് ആടുകൾക്ക് ആവശ്യമായ എല്ലാ തീറ്റയും കൊടുത്തതിന് ശേഷം സന്ധ്യയാകാറായപ്പോൾ തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ആടുകളുമായി അദ്ദേഹം നടന്നു വരികയാണ്. നടന്ന് വന്ന് കുറേ കഴിഞ്ഞപ്പോൾ തൻ്റെ ആടുകൾക്ക് ദാഹിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ സ്നേഹവാനായ ആട്ടിടയൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ ആടുകളെയെല്ലാം അടുത്ത് കണ്ട ഒരു തോട്ടിൻ്റെ അടിയിലേക്ക് നിർത്തി. എന്നിട്ട് ഓരോ ആടുകളോടും പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾ കുടിച്ചുകൊള്ളാൻ. അങ്ങനെ ഓരോ ആടുകളായി അവർക്ക് ആവശ്യമുള്ള വെള്ളം കുടിച്ചു. അദ്ദേഹം ഓരോ ആടുകളെ എണ്ണുവാൻ തുടങ്ങി. 1, 2, 3, 4, 5 അങ്ങനെ എണ്ണി 95, 96, 97, 98, 99. അയ്യോ, അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടു. ഒരാട് കാണാനില്ല. 100 ആടുകളുമായിട്ടല്ലേ വന്നത്, ഒരെണ്ണം എവിടെ പോയി? ആടുകളെ സ്നേഹിക്കുന്ന ആ ആട്ടിടയന് വളരെ ദുഃഖമുണ്ടായി. ആ ഒരാട് എവിടെ പോയെന്നറിയാമോ? ഈ വന്ന കൂട്ടത്തിൽ ആ ഒരാട് ശകലം കുസൃതിയുള്ള ആടായിരുന്നു. ആ ആട് ഇടയനോടൊപ്പം സഞ്ചരിക്കാതെ ഇടയ്ക്ക് വെച്ച് വഴിമാറി സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് ആ ആടിന് വഴിതെറ്റിപ്പോയി. എന്നാൽ ഈ ഇടയൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ 99 ആടുകളെയും അവിടെ നിർത്തിയിട്ട് ആ കാണാതെ പോയ ഒരാടിനെ അന്വേഷിച്ചുകൊണ്ട് പുറകിലേക്ക് യാത്ര ചെയ്തു. ഇങ്ങനെ നടന്ന് അദ്ദേഹം അവസാനം ചെല്ലുമ്പോൾ തൻ്റെ ആട് പ്രയാസപ്പെട്ട് അതാ അങ്ങ് ദൂരെ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആടിന് വഴിയറിയാതെ പോയി. അദ്ദേഹം നീട്ടി തൻ്റെ ആടിനെ സ്നേഹത്തോടെ വിളിച്ചു, നീ എവിടെയാ പോയത്? ആട്ടിടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ആട് സ്നേഹത്തോടെ ഈ ഇടയൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. വളരെ സന്തോഷത്തോടെ
ആ ആട്ടിടയൻ ഈ ആടിനെ തൻ്റെ ചുമലിലെടുത്ത് സന്തോഷത്തോടെ തൻ്റെ പഴയ ആട്ടിൻകൂട്ടങ്ങളുടെ അടുക്കിലേക്ക് നടന്നു വന്നു. ഈ കഥ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താ ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് മനസ്സിലായത്? നമ്മളെ സ്നേഹിക്കുന്ന ഒരു വലിയ ഇടയനുണ്ട്. അതിനപ്പുറമായി നമ്മളെ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇടയനുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ അന്വേഷിച്ച് വരുന്ന ഒരു ഇടയനുണ്ട്. ആരായി ഇടയൻ? നമ്മുടെ യേശുവപ്പച്ചനാ. നമ്മുടെ യേശുവപ്പച്ചൻ നമ്മളെ അന്വേഷിച്ച് വരുന്ന ഒരു നല്ല ഇടയനാണ്. നമ്മളെ ഓരോ ജീവിത അനുഭവങ്ങളിലും നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളെ തിരഞ്ഞു വരുന്ന, അന്വേഷിച്ച് വരുന്ന, നമ്മളെ കണ്ടെത്തിയാൽ നമ്മളോടൊപ്പം സന്തോഷിക്കുന്ന ഒരു നല്ല ഇടയനാണ് നമ്മുടെ യേശുവപ്പച്ചൻ. അതുകൊണ്ട് ഈ യേശുവപ്പച്ചനോട് ചേർന്ന് വഴിതെറ്റാതെ നടക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? മറ്റൊരു കഥയുമായി അച്ചാച്ചൻ അടുത്തയാഴ്ച വരാം. അതുവരെ എല്ലാവരും പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും ജീവിക്കുക. യേശുവപ്പച്ചൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ. കഥ ഇഷ്ടപ്പെട്ടോ? എത്ര ആടുണ്ടായിരുന്നു? 1 2 3 എത്ര? യെസ്, 100 ആടുണ്ടായിരുന്നു. 100. അതിനകത്ത് എത്ര നഷ്ടമായത്? എത്ര? 1. ബാക്കി എന്ത് ചെയ്യേ? ബാക്കിനും ഒരിടത്ത് നിർത്തിയിട്ട് ഒന്നിൻ്റെ പുറകെ പോയി. യെസ് കുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്താവ് അങ്ങനെ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടു പോയവരാ. എന്നാൽ നമ്മളെ രക്ഷിക്കാൻ കാൽവറിയിൽ യാഗമായി തീർന്നൊരു ക്രിസ്തു, മുടിയനായ പുത്രനെ കാത്തിരുന്നത് പോലെ ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുക. മകനും മകളും തിരികെ വരും, എൻ്റെ കുഞ്ഞുങ്ങൾ റോബിനും നോബിനും എല്ലാം തിരിച്ചു വരും എന്ന് കാത്തിരിക്കുക. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ നമുക്ക് അവിടുന്ന് ഇടയാക്കട്ടെ. എന്നെ അന്വേഷിച്ചു വരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ രുചിച്ചറിയാം. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. ചിന്നുകുട്ടി ഇങ്ങോട്ട് നോക്കിക്കേ. എനിക്ക് നാണോ? ഓ, ഇവക്ക് നാണമാണ്. എന്നാൽ നേരെ ഒന്ന് നോക്ക്. ഇതാ കൂട്ടുകാരൊക്കെ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുന്നു. ഒന്ന് നോക്കിക്കേ. ആ, മിടുക്കിയ. എന്താ താന്നത് വീണ്ടും? ഒന്ന് നേരെ നോക്കിക്കേ. എനിക്ക് പേടിയാ. ഓ, ഇവക്ക് ഭയവാ, പേടിയാണെന്നാ പറയുന്നത്. നിനക്ക് എന്തിനാ പേടി? എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ പേടിയാ. ഓ, ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ പേടിയാണ്. ഫ്രണ്ട്സ്, ഇതാ ചിന്നമോക്ക് മുഖത്ത് നോക്കാൻ പേടിയാ. എന്താ കാരണം? അവക്കറിയത്തില്ല എന്താ കാരണമെന്ന്. എനിക്ക് പേടിയാ. ഓക്കെ, ഇവളെന്ത് ചോദിച്ചാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് പേടിയാ, എനിക്ക് ഭയവാ. ഇതാ സാധാരണയായി പല കൂട്ടുകാരും പറയാറുണ്ട്, എനിക്ക് ഇരുട്ടിനെ പേടിയാ. എനിക്കും. ഓ, ഇവക്കും ഇരുട്ടിനെയും പേടിയാ. ചിലർക്കാണെങ്കിൽ ചില ആൾക്കാരെ കാണുന്നത് പേടിയാ. ചില കൂട്ടുകാർക്കാണെങ്കിൽ മാത്സ് ടീച്ചറിനെ നോക്കുന്നത് പോലും പേടിയാ. എനിക്കും. ഓ, ഇവക്കും എല്ലാം പേടിയാ. അങ്ങനെയുള്ള കൂട്ടുകാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പരിചയപ്പെടുത്തരാം. നിനക്ക് അങ്ങനെ സൈക്കോളജിസ്റ്റിനെ വല്ലതും അറിയാവോ? എനിക്കറിയാം. ആരാ? ഗോവിന്ദൻ വൈദ്യൻ. ഓ, ഗോവിന്ദൻ വൈദ്യൻ. ആ സൈക്കോളജിസ്റ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഭയപ്പെടുത്തുന്ന സമയങ്ങളിൽ നമ്മളെ ആരെങ്കിലും വഴക്ക് പറയുമ്പോഴോ കണ്ണുരുട്ടി കാണിക്കുമ്പോഴോ ഒക്കെ നമുക്ക് സഹായകനായി ഇരിക്കുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, മെഗാ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന യേശു കർത്താവാണ്. നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന, നമ്മളെ നന്നായിട്ട് നമ്മുടെ മനസ്സിനെയൊക്കെ സഹായിക്കുന്ന ഒരു മെഗാ വൈദ്യനുണ്ട്. ആ വൈദ്യൻ യേശു കർത്താവ് മാത്രമാണ്. ഫ്രണ്ട്സ്, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും മുഖത്ത് നോക്കി സംസാരിച്ചാൽ അവരെന്നാ വിചാരിക്കും? ഓ, അവരെന്നാ വിചാരിക്കും എന്ന് നിനക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അവരെന്നാ വിചാരിക്കുമെന്ന്? ഉണ്ട്. ഓ, ഇവക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. പക്ഷേ അവരെന്നാ വിചാരിക്കും എന്ന് വിചാരിക്കേണ്ട. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളെ എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറഞ്ഞവരല്ല,
ആ ഞാൻ കുറഞ്ഞവളല്ല. പിന്നെ നീ എന്തിനാ മുഖത്ത് നോക്കാൻ പേടിക്കുന്നത്? എൻ്റെ മൂക്ക് പക്ഷേ കൊള്ളത്തില്ല. ഓ, ഇവിടം നിൻ്റെ മൂക്ക് നല്ല മൂക്കാണല്ലോ. നിന്നെ ദൈവം മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നീ ഏറ്റവും നന്മയുള്ള സൃഷ്ടിയാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നന്മയും നിങ്ങളുടെ തിന്മയും എല്ലാം നന്നായിട്ട് അറിയുന്നവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്ന് പറഞ്ഞേ, ഗോഡ് ഈസ് വിത്ത് മീ. ഓ, ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല, വേദനിക്കേണ്ട ആവശ്യമില്ല. ദൈവം കരുതുവാൻ കൂടെയുണ്ട്. യെസ്, ഗോഡ് ഈസ് വിത്ത് മീ. യെസ്, ഗോഡ് ഈസ് വിത്ത് അസ്. ഗോഡ് ബ്ലെസ് യു. ഹോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഭയപ്പെടേണ്ട ആവശ്യമില്ല, ദൈവം കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം ഉള്ളിലുണ്ടെങ്കിൽ ഭയം വേണ്ട. ദൈവം ഉള്ളിലില്ലെങ്കിൽ പോലീസിനെ കണ്ടാലും പൂച്ചയെ കണ്ടാലും പട്ടിയെ കണ്ടാലും നമ്മൾ ഭയന്നു പോകും. മനുഷ്യനെ കണ്ടാൽ നമ്മൾ ഓടും. അല്ല, കർത്താവ് കൂടെയുണ്ട്, യേശു കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ധൈര്യത്തോടെ അവനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം, നേടാം. I love you, Lord, for your mercy never fails me. All my days I've been held in your hands. From the moment that I wake up until I lay my head, oh, I will sing of the goodness of God. And all my life you have been faithful. And all my life you have been so, so good. With every breath that I am able, oh, I will sing of the goodness of God. I love your voice. You have led me through the fire. In the darkest nights, you are close like no other. I've known you as a father. I've known you as a friend. For I have lived in the goodness of God. Praise the Lord. Praise the Lord. ഞങ്ങളുടെ ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ പാടാൻ നേടാം എന്ന സെഗ്മെൻറ്റിൽ എൻ്റെ പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് പാട്ടുപാടി അയച്ചു തരാം. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഈ വിധത്തിൽ പിടിച്ച് 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ടുപാടി അയച്ചു തരാമെങ്കിൽ അത് സെലക്ട് ചെയ്ത് വരും ആഴ്ചകളിൽ നിങ്ങളുടെ പാട്ട് ഈ പാടാൻ നേടാം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം. പാടി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന മൊബൈൽ നമ്പറിലോട്ട് അയച്ചു തരണം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.